നമ്മുടെ റാങ്ക് ഭയങ്കരമായിട്ട് താഴോട്ട് പോകും, എല്ലാവർക്കും മാർക്ക് വരും. എക്സാം ശരിക്കും കുറച്ചൊന്ന് ടഫാവുന്നത് നല്ലതാ. അപ്പോൾ ഇത്തവണ NTA എന്ത് ചെയ്തു, ആ ഓപ്ഷൻസ് ഒഴിവാക്കി. അതിന് റീസൺ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അതായത് അതിൽ ചില ചാപ്റ്റേഴ്സ് സ്കിപ്പ് ചെയ്തു പോകുന്ന ആൾക്കാർ പോലും വരെ നീറ്റിനുണ്ട്. അതെ അതെ അതെ, സിറ്റുവേഷൻ അവർക്ക് കൂടുതൽ ബെനിഫിഷ്യൽ ആയിട്ട് മാറുന്ന രീതിയിലേക്ക് ഇതൊരു അഡ്വാൻറ്റേജ് ആയിട്ട് മാറുകയാണ് ചെയ്യുക. ക്യാമറ റോളിംഗ്, ആക്ഷൻ. ഹായ് ബിലാൽ സാർ. ഹായ്. ഈ വർഷത്തെ നീറ്റ്, അതായത് നീറ്റ് 2025 ഒരു അടിമുടി മാറ്റം പൊതുവെ ഒരു സംസാര വിഷയമായിട്ട് ഇപ്പോൾ എയറിൽ നിൽക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ അതിൻ്റെ പറ്റി ഞാനിങ്ങനെ വായിച്ചപ്പോൾ 2 ടോപ്പിക്സാണ് നമുക്ക് ഇന്നത്തെ ഈ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൽ ഒന്നാമത്തെ ടോപ്പിക്സ് എക്സാമിൻ്റെ ഡിഫിക്കൽട്ടി ലെവലിനെ കുറിച്ചാണ്. രണ്ടാമത്തത് എക്സാം പാറ്റേൺ ആണ്. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. സോ നമ്മൾ പാറ്റേൺ രണ്ടാമതാണ് ഡിസ്കസ് ചെയ്യുക. സോ ആദ്യം നമ്മൾ എക്സാം ഡിഫിക്കൽട്ടിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ നീറ്റ് 2024 ഭയങ്കര കുപ്രസിദ്ധി ആർജിച്ച ഒരു എക്സാം ആയിരുന്നു. എക്സാമിൽ പേപ്പർ ലീക്കേജ് സംഭവിച്ചു, എക്സാംസിൻ്റെ ക്വസ്റ്റ്യൻ്റെ സ്റ്റാൻഡേർഡ് കുറവാണെന്ന് പല കോണുകളിൽ നിന്ന് ആരോപണം ഉയർന്നു. ഈവൻ അതിലെ ഓപ്ഷൻസിൽ പോലും കൺഫ്യൂഷൻസ് വന്നു. അപ്പോൾ നല്ല രീതിയിൽ NTA കുപ്രസിദ്ധിയുടെ ഒക്കെ ഒരു ബേസ് എന്ന് പറയുന്നത് എല്ലാ കുട്ടികൾക്കും നല്ല മാർക്ക് ഉണ്ട് എന്നുള്ളതാണ്. 720 ഔട്ട് ഓഫ് 720 ഒരുപാട് പേർക്ക് കിട്ടി, നല്ല മാർക്സ് വന്നു എന്നുള്ളതാണ്. അപ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ വന്നത്. ആർക്ക് കയറാൻ പറ്റുമെന്ന് പോലും കൺഫ്യൂഷൻ വന്നു, റാങ്ക് അവസാന നിമിഷം മാറി മറിഞ്ഞു. അപ്പോൾ അങ്ങനെയൊക്കെ സംഭവിച്ച് NTAക്ക് നല്ല രീതിയിൽ പഴി കയറ്റു. അപ്പോൾ ഈ ഓവറോൾ ഇനി 2024 സീരീസ് ആയിട്ടും ഫിലിമൊക്കെ ആയിട്ട് വരുന്നുണ്ട്. സീരീസ് ഒക്കെ ഓൾറെഡി പ്ലാൻഡ് ആണ്, ഇൻ മേക്കിംഗ് ആണ്, ഓൾറെഡി ഡേറ്റ് ഒക്കെ അനൗൺസ് ചെയ്ത് തോന്നുന്നു. അപ്പോൾ അതൊക്കെ ആയതുകൊണ്ട് തന്നെ NTA ഇത്തവണ കുറച്ച് കെയർഫുൾ ആയിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ട് അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ആ ഒരു മാർക്ക് ഒരുപാട് കൂടിയതുകൊണ്ടാണല്ലോ ഇത് സംഭവിച്ചത്. അപ്പോൾ കുട്ടികളെല്ലാവരും ഗസ് ചെയ്യുന്ന, പൊതുവെ എല്ലാവരും കുട്ടികളും ടീച്ചേഴ്സൊക്കെ ഗസ് ചെയ്യുന്നത് പറഞ്ഞാൽ NTA ഒന്ന് ക്വസ്റ്റ്യൻസ് ലെവലിൽ ഒന്ന് ഡിഫിക്കൽട്ടി കൂട്ടിയാലോ ഒന്ന് അല്ലേ. അതായത് കുറച്ച് മുൻ വർഷങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന പോലെ ഒന്ന് സ്റ്റാൻഡേർഡ് കൂട്ടുക എന്നുള്ളതാണ്. അതിനെപ്പറ്റി എന്താണ് ബിലാലെ നിന്റെ ഒരു? എന്നെ സംബന്ധിച്ചിടത്തോളം അതിന് മുമ്പ് നമ്മൾ ഈ ഒരു കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ഒരു പക്ഷേ ഇതൊരു സാധാരണക്കാരൻ ഈ ഒരു വീഡിയോ കാണുകയാണെങ്കിൽ ഒരു പക്ഷേ കരുതും എന്തിനാണ് ഇപ്പോൾ ഇവർ ഇങ്ങനെ ഈ എക്സാം ഇത്തിരി ടഫാവോ ഇത്തിരി സിമ്പിളാവോ എന്നൊക്കെ ഡിസ്കസ് ചെയ്യുന്നതെന്ന്. ഇതൊരു സാധാരണക്കാരനെ മനസ്സിലാവില്ല. പക്ഷേ +2 ശേഷം 1, 2 പലപ്പോഴും 3 വർഷമൊക്കെ കളയാന്ന് ഞാൻ പറയില്ല, അവരുടെ ആ ഒരു സമയത്തെ അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്യുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഈ എക്സാമിൽ ഉണ്ടാകുന്ന ഓരോ സ്ലൈറ്റ് ചേഞ്ചസ്, അത് ഭയങ്കര സിമ്പിളാവുന്നത് ഒരു ഇത്തിരി ടഫാവുന്നതൊക്കെ അവരുടെ ജീവിതത്തെ ഡിഫൈൻ ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. അതുകൊണ്ടാണ് ഓരോ കുട്ടിയും ഇപ്പോൾ ഈ വീഡിയോ കാണുന്നത്, ഐ ഡോണ്ട് തിങ്ക് ഒരുപാട് വ്യൂവർഷിപ്പ് ഒന്നും ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ ഈ വീഡിയോ കാണുന്ന ഓരോ കുട്ടിയും അത്രയും പ്രതീക്ഷയോടെ ആയിരിക്കും അവർ പക്ഷേ നമ്മുടെ ഈ വീഡിയോ ശ്രവിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എനിക്ക് പറയാൻ മക്കളെ, ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് എക്സാം ശരിക്കും കുറച്ചൊന്ന് ടഫാവുന്നത് നല്ലതാണ്. ഇപ്പോൾ ഇതിന് മിക്കവാറും ഇപ്പോൾ പോസ്റ്റ് ചെയ്തിട്ട് തെറി വിളിക്കാൻ ചാൻസ്, ഓഫ് കോഴ്സ് യെസ്, കമന്റ് സെക്ഷനിൽ എന്നെ പറ്റി ഒരുപാട് തെറിയെല്ലാം വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിന്റെ റീസൺ കൂടി പറയാം. എക്സാം എന്തുകൊണ്ട് ടഫാവണം ആവുന്നത് നല്ലതാണ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? എക്സാം ഭയങ്കര ടഫാവുന്നത് ഒരു പരിധി വരെ നല്ലതല്ല. കാരണം നമ്മുടെ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് എല്ലാം നമ്മുടെ ഒരു ലെവൽ മൊത്തം മാറ്റണം. എനിക്ക് തോന്നുന്നൊരു സാധാരണ ഒരു കാലിബറുള്ള കുട്ടിക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നതിൻ്റെ അപ്പുറത്തെ ടഫ്നെസ്സിലേക്ക് എക്സാം പോകുന്നത് ഒട്ടും നല്ലതല്ല. അതേസമയത്ത് ഒരു ഇത്തിരി സ്റ്റാൻഡേർഡ് ആവുന്നത് ഓഫ് കോഴ്സ് നല്ലതാണ്. അതിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത് എക്സാം ഭയങ്കര സിമ്പിളായാൽ എല്ലാവർക്കും ചിലപ്പോൾ നല്ല മാർക്ക് കിട്ടും. ഈ എല്ലാവർക്കും മാർക്ക് കിട്ടുന്നതിലൊരു ഇഷ്യൂ, നമ്മൾ നീറ്റ് എക്സാം എഴുതുമ്പോൾ മാഷെ നമ്മളൊരു 180 ക്വസ്റ്റ്യൻ ഏറ്റവും മിനിമം ഒരു ഒറ്റ സ്ട്രെച്ചിൽ ആൻസർ ചെയ്യുകയാണ്. അപ്പോൾ പലപ്പോഴും നമുക്ക് അറിയാത്തത് കൊണ്ട് തെറ്റിക്കുന്നതിനേക്കാൾ നമുക്ക് ഓൾറെഡി അറിയുന്ന പല ക്വസ്റ്റ്യൻസും മാറിപ്പോകും. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ റിപ്പീറ്റ് ചെയ്ത സമയത്ത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, വീക്ക് ലൈഗാൻഡ് ക്ലോറൈഡ് ആണോ സയനൈഡ് ആണോ, പിന്നെ വേറെ ഏതോ 2 ഓപ്ഷൻസ് കൂടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ നമുക്കറിയാം സയനൈഡിനേക്കാൾ വീക്ക് ക്ലോറിൻ ആണെന്ന്, വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യം. എൻ്റെ മനസ്സിൽ ക്ലോറിൻ ആണേ ഉള്ളത്, ഞാൻ കറപ്പിച്ചത് സയനൈഡായിപ്പോയി. അതായത് നമ്മൾ പലപ്പോഴും സുഹൈൽ സാറ് നേരത്തെ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ പറഞ്ഞത് മാറിപ്പോയല്ലോ. നമ്മൾ പലപ്പോഴും ഉദ്ദേശിക്കുന്നൊന്നും പറയുന്നത് വേറെ ഒന്നും, അത് സ്വാഭാവികമായിട്ട് മനുഷ്യന് സംഭവിക്കുന്നതാണ്. അപ്പോൾ പലപ്പോഴും എക്സാം ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. അതുപോലെ ഫിസിക്സിൽ ഞാൻ തെറ്റിച്ച ഒരു ചോദ്യം എനിക്ക് ഓർമ്മയുള്ളത്, അപ്പോൾ അറിയാത്തതുകൊണ്ട് തെറ്റിച്ച, അതായത് എനിക്ക് ഉത്തരം തെറ്റിപ്പോയ ചോദ്യമുണ്ട് പ്രോബ്ലം ബേസ്ഡ്, അതല്ലാതെ ഞാൻ തെറ്റിച്ചത് എന്താ പറയുക, മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് റിങ്. ഞാൻ ഉദ്ദേശിച്ചത് റിങ് ആയിരുന്നു, പക്ഷെ ഞാൻ എഴുതി പോയത് ഡിസ്കിൻ്റെതായി പോയി, കുത്തിപ്പോയത്. ഇക്വേഷൻ ഇല്ല, കാണാതെ പഠിക്കുന്ന സാധനങ്ങൾ, അത് മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് റിങ്, ഡിസ്കൊക്കെ.
അപ്പോൾ നമ്മൾ കാണാതെ പഠിച്ചു ഒരുപാട് പേര് ശരിയാക്കി. അതെ, നമ്മൾ സ്ഫിയർ, റിങ്, ഡിസ്ക് ഇതൊക്കെ നമ്മൾ നേരെ കാണാതെ പഠിച്ചു പോകണമല്ലേ. അപ്പോൾ ഇങ്ങനത്തെ അറിയാതൊരു ഉത്തരം തെറ്റിക്കഴിഞ്ഞാൽ തന്നെ നമ്മുടെ റാങ്ക് ഭയങ്കരമായിട്ട് താഴോട്ട് പോകും. എല്ലാവർക്കും മാർക്ക് വരുമ്പോൾ ആ ചോദ്യം എളുപ്പമായിരുന്നു, എല്ലാവരും സ്കോർ ചെയ്യും. അപ്പോൾ എല്ലാവർക്കും സ്കോർ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നമായത് അത് നമുക്ക് ഇനിയിപ്പോൾ ഒരു സിമ്പിളായിട്ട് ഒരു 10ാം ക്ലാസ്സിലെ എക്സാം വെച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ SSLC എക്സാം ഭയങ്കര സിമ്പിളായി കഴിഞ്ഞാൽ പരീക്ഷയുടെ തലേന്ന് വെറുതെ കുറച്ച് പഠിച്ചവനും ചിലപ്പോൾ നല്ല മാർക്ക് കിട്ടും, നമ്മൾ കഷ്ടപ്പെട്ട് പഠിച്ചവനും അതേ മാർക്കായിരിക്കും കിട്ടുക. അപ്പോൾ അതിനപ്പുറത്ത് നമ്മൾ പഠിച്ചു എന്നുള്ളത് കൊണ്ട് നമുക്കൊരു എക്സ്ട്രാ എഡ്ജ് ഉണ്ടാക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ എക്സ്ട്രാ നമ്മുടെ കഷ്ടപ്പാട് കൊണ്ട് നമുക്കൊരു എഡ്ജ് കിട്ടില്ല. പകരം ലെക്ക് ബേസ് ചെയ്തിട്ടുള്ളൊരു എഡ്ജ് വരും. അതെന്താ, 10ാം ക്ലാസ്സിൽ എല്ലാവർക്കും A+ കിട്ടിയാൽ പിന്നെ +1 അഡ്മിഷന് എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കും ഉണ്ടാവുക. ഈ വർഷം നീറ്റിന് കണ്ടിട്ടുണ്ട്, ഒരു മാർക്കിനൊക്കെയാണ് പല ഡ്രീം കോളേജൊക്കെ മിസ്സായത്. അപ്പോൾ എക്സാം ഒരു ഇത്തിരി ടഫായി കഴിഞ്ഞാൽ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല റാങ്കിലേക്ക് എത്താൻ പറ്റും. സീരിയസ്ലി മക്കളെ, അതാണ് അതിൻ്റെ എല്ലാവർക്കും ഉണ്ടാവും. അപ്പോൾ ചിലപ്പോൾ ടോപ്പ് റാങ്ക്, ഇപ്പോൾ ടോപ്പ് റാങ്ക് 720 ഔട്ട് ഓഫ് 720 5 പേർക്ക് ഉണ്ടെങ്കിൽ അന്ന് ചിലപ്പോൾ ടോപ്പ് റാങ്ക് എക്സാം ഒരു ഇത്തിരി സ്റ്റാൻഡേർഡ് ആകുമ്പോൾ ടോപ്പ് റാങ്ക് 690 മാർക്കായിരിക്കാം, അല്ലെങ്കിൽ 700 മാർക്കായിരിക്കാം. അപ്പോൾ എനിക്ക് തോന്നുന്നത് 2015, 16 കാലത്തൊക്കെ ഒരു 560 മാർക്ക് ഉണ്ടെങ്കിൽ തന്നെ കേരളത്തിലെ വൺ ഓഫ് ദ ടോപ്പ് റാങ്കാണ്. 560 മാർക്ക്, 560 മതി കേരളത്തിലെ ടോപ്പ് റാങ്ക് ആവാൻ. അതെ, ഇപ്പോൾ അത് 660, 670 ഉണ്ടെങ്കിൽ പോലും നമുക്ക് കിട്ടുന്നില്ല, പ്രൈവറ്റ് പോലും കിട്ടൂല. അപ്പോൾ ഇതാണ് കാര്യം, മാർക്ക് എല്ലാവർക്കും ഒരുപോലെ കുറയും. അപ്പോൾ നമ്മുടെ റാങ്കിനെ അതൊട്ടും ബാധിക്കൂല. അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. എക്സാം സ്റ്റാൻഡേർഡ് ആകുമ്പോൾ എസ്പെഷ്യലി ഇതിൻ്റെ ഗുണം ആയിരിക്കും വെച്ചാൽ റിപ്പീറ്റേഴ്സിനും +2ൻ്റെ കൂടെ സീരിയസ് ആയിട്ട് പഠിക്കുന്നവർക്കുമാണ്. സീരിയസ് ആയി പഠിക്കുന്നവർക്ക് എപ്പോഴും നല്ല എഡ്ജ് എന്ന് പറയുന്നത്. നിങ്ങൾ സീരിയസ് ആയി നീറ്റ് റിപ്പീറ്റർ ആണെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട ദൈവമേ എക്സാം അത്യാവശ്യം ടഫ് ആവണേന്നാണ്. കാരണം നിങ്ങൾക്ക് ഇങ്ങനത്തെ എറർ എന്തായാലും വരും. ഈ അറിയുന്നത് നിങ്ങൾ ഇതൊരു സ്വാഭാവികതയാണ് മനുഷ്യൻ്റെ. അത്തരം തെറ്റുകൾ സ്വാഭാവികമായി തന്നെ സംഭവിക്കുന്നതാണ്. ആ തെറ്റുകൾ വന്നാൽ നമ്മുടെ എന്താ പറയുക റാങ്കിന് ഒട്ടും ബാധിക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു പരിധി വരെ ടഫ് ആവാൻ ചാൻസ് ഉണ്ട്. കാരണം ടഫല്ല, സ്റ്റാൻഡേർഡ് ആവാൻ ചാൻസ് ഉണ്ട്. കാരണം കഴിഞ്ഞ എക്സാമിൽ ഏറ്റവും വലിയ ഇഷ്യൂ അതാട്ടോ, ക്വസ്റ്റ്യൻസ് അത്യാവശ്യം സിമ്പിളായിരുന്നു. ക്വസ്റ്റ്യൻസ് പലപ്പോഴും ചില ക്വസ്റ്റ്യൻസ് ഒന്നും സിമ്പിളല്ല, എന്നാൽ പോലും ഇതിൻ്റെ ഓപ്ഷൻ പ്ലേസ്മെൻറ്റ് വളരെ ഈസി ആയിട്ടായിരുന്നു. കാരണം ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണെങ്കിൽ പോലും അതിൻ്റെ ഓപ്ഷൻസ് ഒന്ന് ട്രിക്കി ആയിട്ട് ഒന്ന് ട്വിസ്റ്റിംഗ് ആയിട്ടുള്ള ഓപ്ഷൻ ആണെങ്കിൽ ഒരു കുട്ടിക്ക് കൺഫ്യൂഷൻ ഉണ്ടാവുകയും അങ്ങനെ വളരെ നന്നായി പഠിച്ച കുട്ടികളല്ലാത്തവർ ആ കൺഫ്യൂഷനിൽ അകപ്പെട്ട് മാറിപ്പോകാനും ചാൻസ് ഉണ്ട്. കഴിഞ്ഞ എക്സാമിൽ അങ്ങനെയല്ല, വളരെ ഇപ്പോൾ ബയോളജിയിലെല്ലാം ഓപ്ഷൻസ് കേരള ബോർഡ് എക്സാമിനേക്കാൾ ഈസി. അതാണ് അങ്ങനത്തെ ഓപ്ഷൻ പ്ലേസ്മെന്റാ. ഒരു ബയോളെല്ലാം ഏകദേശം ഒരു 80% ക്വസ്റ്റ്യൻ, 85% ഇൻ സോളജി എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. വളരെ സിമ്പിൾ, കേരള ബോർഡ് എക്സാമിനേക്കാൾ സിമ്പിളായുള്ള ഓപ്ഷൻ പ്ലേസ്മെൻ്റ് ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ എക്സാം ഒരു ഇത്തിരി ഒന്ന് സ്റ്റാൻഡേർഡ് ആവും, അത് നിങ്ങൾക്ക് ബെനിഫിറ്റ് മാത്രമേ ആയിട്ട് മാറുള്ളൂ. ആ കാര്യത്തിൽ ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടി വിചാരിക്കുന്നു. അത് ഉറപ്പാണ് സ്റ്റാൻഡേർഡൈസ് ഇതുകൊണ്ട് നിങ്ങൾക്ക് ബെറ്റർ ആണ്. അപ്പോൾ ഈ വർഷമൊക്കെ സംഭവിച്ച പോലുള്ള ആ ഒരു കൺഫ്യൂഷൻ, അതായത് നല്ല മാർക്ക് ഉണ്ടായിട്ട് പോലും കോളേജ് കിട്ടുമോ എന്നുള്ള കൺഫ്യൂഷൻ ഒന്നും ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവില്ല എന്ന് ഉറപ്പുള്ള. അപ്പോൾ അത് ഉണ്ടായിക്കോട്ടെ എന്നുള്ളതായിരിക്കും പൊതുവേ ഉള്ള ഒരു ഒപ്പീനിയന്. അപ്പോൾ അതിൽ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ രേഖപ്പെടുത്താം കേട്ടോ. നല്ലതായിരിക്കുന്നതാണ് നല്ലത്. രണ്ടാമത്തെ കാര്യം നമ്മൾ പറഞ്ഞിരുന്നു, ഓവറോൾ എക്സാം പാറ്റേണിൽ ചേഞ്ചസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ടെന്ന്. അപ്പോൾ അതിൽ ഒഫീഷ്യലായിട്ട് നമുക്ക് ഇതുവരെ കൺഫർമേഷൻ ഒന്നും ഇതില്ല. NTA സൈഡിൽ നീറ്റിന് കിട്ടിയിട്ടില്ല. പക്ഷെ നീറ്റിന്റെ ഒക്കെ സഹോദരൻ അല്ലെ സഹോദരി എന്നൊക്കെ പറയുന്ന നമ്മുടെ JEE എക്സാമിനെ കുറിച്ച് NTA കൃത്യമായിട്ട് സർക്കുലർ ഇറക്കി കഴിഞ്ഞു. അപ്പോൾ കൊറോണയുടെ സാഹചര്യത്തിൽ വന്ന സമയത്ത് നമുക്ക് JEEയുടെ കേസിൽ മുമ്പത്തെ പാറ്റേണിൽ നിന്ന് ചെറിയൊരു മാറ്റം അവർ വരുത്തിയിരുന്നു. അതായത് കുട്ടികൾക്ക് ഓപ്ഷണൽ ക്വസ്റ്റ്യൻസ് കൊടുത്തിരുന്നു. അതായത് അവർക്ക് 75 ചോദ്യങ്ങൾ, അതായത് 25 ഇതിന് പകരം അവർക്ക് ഓരോ സബ്ജക്ട്സിലും എന്ത് ചെയ്തു, ഒരു 5 ക്വസ്റ്റ്യൻസ് ഇത് എക്സ്ട്രാ കൊടുത്തു. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഓപ്ഷണൽ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഇതേ പാറ്റേൺ നമ്മൾ നീറ്റിലുണ്ടായിരുന്നു. നീറ്റ് എക്സാം 720 അല്ല 800 അല്ലേ, 800 നീറ്റ് എക്സാം നടന്നിരുന്നത്. അപ്പോൾ ആ ഇതിലാണ് നമുക്കിപ്പോൾ 720 ഒക്കെ കിട്ടിക്കൊണ്ടിരുന്ന സിറ്റുവേഷൻ ഉള്ളത്. അപ്പോൾ ഇത്തവണ NTA എന്ത് ചെയ്തു, ആ ഓപ്ഷൻസ് ഒഴിവാക്കി. അതിന് റീസൺ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. കോവിഡ് എന്ന് പറഞ്ഞത് നമ്മൾ പാൻഡമിക് എന്തോ ഒരു അതായത് ആ ഒരു സിറ്റുവേഷൻ വെച്ചിട്ട് മാറ്റിയതാണ് സർക്കുലറിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇനി അതിന്റെ ഒരു ആവശ്യമില്ല, ഓപ്ഷൻസ് ഒന്നും ആവശ്യമില്ല. അത് NTA പ്രോപ്പർ ആയിട്ട് ഇതുവരെ നമുക്ക് സർക്കുലർ ഒന്നും തന്നിട്ടില്ല. പക്ഷേ JEEയുടെ കേസിൽ തന്നതുകൊണ്ട് വി ആർ എക്സ്പെക്ടിങ് എന്തായാലും സംഭവിക്കും. അപ്പോൾ ആ ഒരു കാര്യം ഉറപ്പാണ്. നമ്മളെ മിക്കവാറും ഒരു 90% ഞാൻ മനസ്സിലാക്കുന്നത് ഓപ്ഷണൽ ക്വസ്റ്റ്യൻസ് ഒഴിവാകുന്നുള്ളതാണ്. ഈ ഓപ്ഷണൽ ക്വസ്റ്റ്യൻസ് ഒഴിവാകുന്നത് നല്ലതാണ്. കാരണം എന്താ, ഓപ്ഷണൽ ക്വസ്റ്റ്യൻസ് അതെ ഇത് വാലിഡേറ്റ് ചെയ്യും. കാരണം ഈ ഓപ്ഷണൽ ക്വസ്റ്റ്യൻസ് കേരള ബോർഡ് എക്സാമിൽ വന്നൊരു വർഷമാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഇഷ്യൂ ഉണ്ടായത്. സീരിയസ് ആയിട്ട് പഠിച്ചാൽ പരീക്ഷ കിട്ടും.
അവർക്ക് എളുപ്പമാണ്, അവർക്ക് അവരുടെ റാങ്ക് ആ ഒരു സിറ്റുവേഷൻ അവർക്ക് കൂടുതൽ ബെനിഫിഷ്യൽ ആയിട്ട് മാറുന്ന രീതിയിലേക്ക് ഇതൊരു അഡ്വാൻറ്റേജ് ആയിട്ട് മാറുകയാണ്. അത് ഇപ്പൊ കുട്ടികൾ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ അങ്ങനെയല്ല, എക്സാം ടഫ് ആവണ്ട, ഓപ്ഷൻസ് പറയും, ഓപ്ഷണൽ ക്വസ്റ്റ്യൻ വേണം. ഈ എക്സാം എഴുതി കഴിഞ്ഞ് അതിന്റെ ഓൾ ഇന്ത്യ റാങ്ക് വരുമ്പോഴാണ് നമുക്ക് അതിന്റെ ബെനിഫിറ്റ്. കാരണം ആ ഒരു റാങ്ക് അത് എനിക്ക് ഓർമ്മയുണ്ട്. കേരള ബോർഡ് എക്സാമിന്റെ ആ വർഷത്തെ SSLC റിസൾട്ട് വന്നെന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ A+കൾ വന്ന, കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിജയ ശതമാനമുള്ള ഒരു വർഷം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഓപ്ഷണൽ ക്വസ്റ്റ്യൻസ് കൊടുത്ത വർഷങ്ങളാണ്. അന്ന് ആ റിസൾട്ട് വരുമ്പോൾ ഇങ്ങനെ നമ്മുടെ സർക്കാരും അതേപോലെ തന്നെ നമ്മുടെ വാർത്താ ഏജൻസികളുടെ ഒക്കെ ഭയങ്കര ആഘോഷമായിരുന്നു. ആൻഡ് ഇത് +1 അഡ്മിഷനിലേക്ക് അങ്ങ് വന്നപ്പോൾ സമരങ്ങൾ ഭയങ്കര ഇഷ്യൂ ആയിട്ട് വലിയ മാനസിക സംഘർഷം ഉണ്ടായി. ഈ വർഷം നീറ്റ് തന്നെ, അതായത് 700 ഒക്കെ സ്കോർ ചെയ്തിട്ട് എയിംസ് കിട്ടില്ല എന്ന് പറയുന്നതൊക്കെ ഭയങ്കര ഒരു ട്രോമയാണ്. കാരണം എന്താ വെച്ചാൽ ഈ റിസൾട്ട് വരുമ്പോൾ നമ്മളിത് എക്സ്പെക്ട് ചെയ്യുന്നില്ലല്ലോ. പിന്നെ അതിന് ശേഷമാണല്ലോ എല്ലാവരുടെയും മാർക്ക് വന്ന് ആ സ്കോർ എല്ലാവരുടേതും വന്ന് റാങ്കിലേക്ക് എത്തുമ്പോഴാണ് നമ്മൾ ഈ ഇഷ്യൂലേക്ക് വരിക. അപ്പോൾ മക്കൾ നമ്മളൊരു എക്സാം എഴുതി കഴിഞ്ഞ് നമ്മൾ സ്കോർ ചെയ്തിട്ട് നമ്മൾ പിന്നെ സങ്കടപ്പെടുന്ന ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഹാർഡ്, ബിലീവ് മീ. അപ്പോൾ അത് ഒഴിവാവുക എന്നുള്ളതാണ് ഈ ഓപ്ഷണൽ ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ എക്സാം ഒരു ഇത്തിരി സ്റ്റാൻഡേർഡ് ആവുന്നതിലൂടെ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക അല്ലേ. ഫസ്റ്റ് ഓഫ് ഓൾ പഠിക്കുക എന്നുള്ളതാണ്. ആൻഡ് ഈ വീഡിയോൻ്റെ ഇടയ്ക്ക് നമ്മൾ പറയേണ്ട ഒരു കണ്ടന്റ് അല്ല, ബട്ട് സ്റ്റിൽ വാട്ട് ഐ എം സെയിങ് ഈസ് നിങ്ങളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന അതേ പാറ്റേൺ മുന്നോട്ട് പോകും. ഇപ്പോൾ റിപ്പീറ്റേഴ്സൊക്കെ ആണെങ്കിൽ ഇനി അവരുടെ റാങ്ക് നിർണ്ണയിക്കുന്ന പീരീഡ് ഇപ്പോഴൊന്നുമല്ല. പക്ഷേ നമുക്കൊരു സീരീസ് ടെസ്റ്റുകൾ വരാനുണ്ട് ഈ ആഫ്റ്റർ ഡിസംബർ, ടോപ്പിക്ക് തീർന്നതിന് ശേഷം. ആ ഒരു പീരീഡിൽ ഈ സമയത്ത് ഏറ്റവും ബാക്കിൽ നിൽക്കുന്ന പലരും ക്യാച്ചപ്പ് ചെയ്യുന്ന ഒരു പീരീഡാണത്. സീരിയസ്ലി. കാരണം കുട്ടികൾക്ക് ഒഴിവ് സമയം എന്ന് പറഞ്ഞാൽ ഓരോ പരീക്ഷകളുടെയും ഇടയിൽ ഒഴിവ് സമയം കിട്ടുകയാണ്. സീരിയസ് ആയിട്ട് പഠിക്കാനുള്ള ഏറ്റവും ബെസ്റ്റ് ടൈമാണ്. ആ ഒരു ടൈമിന് വേറെ പ്രത്യേകത കൂടി ഉണ്ട് കേട്ടോ. അതായത് ഓൾറെഡി നല്ല പഠിച്ച ആളുകൾക്ക് ഉണ്ടാവില്ല, ഒരു ചിലപ്പോൾ ഇത്തിരി ഒന്ന് ഉഴപ്പാൻ ചാൻസ് ഉണ്ട്. ഓവർ കോൺഫിഡൻസ് മാത്രമല്ല, സ്ട്രെസ്. അതെ, അതേ സമയത്ത് ആ ബാക്കിയുള്ളവർക്ക് ശരിക്കും അടിച്ചു കയറാൻ പറ്റിയ ഒരു സമയമാണ് ഈ ഒരു പീരീഡ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു കാര്യം കൂടി എനിക്ക് പറയാനുള്ളത്, ഈ ഒരു ഇനിയുള്ള പീരീഡ്, വി ആർ അറ്റ് ഒക്ടോബർ നൗ അല്ലേ, ഇനിയിപ്പോൾ ഡിസംബർ ആവാൻ നവംബർ ഡിസംബറൊക്കെ ആയി. അപ്പോൾ ഇനിയുള്ള പീരീഡ് ശരിക്കും നന്നായിട്ട് വർക്ക് ചെയ്യുക എന്നുള്ളത് നിങ്ങളുടെ റാങ്കിനെ ഡിറ്റർമൈൻ ചെയ്യുന്ന ഒരു ബെസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പീരീഡാണ്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓക്കെ, വീഡിയോക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഏതെങ്കിലും സ്പെസിഫിക് ടോപ്പിക്കിൽ വീഡിയോസ് വേണമെങ്കിൽ താഴെ കമന്റ് ആയിട്ട് നിങ്ങൾ റിക്വസ്റ്റ് ചെയ്ത് ഞങ്ങൾ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അടുത്ത വർഷം മെഡിക്കൽ കോളേജ് പോയിട്ട് അവിടുന്ന് കാണാം. ബൈ ബൈ. അപ്പോൾ എൻ്റെ